അപ്പോൾ നമ്മളുടെ അടുത്ത സെഗ്മെന്റ് അല്ലേ? യെസ്, ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ഈ വോട്ട് വണ്ടികൾക്കിടയിലൂടെയും നിർത്താതെ സഞ്ചരിക്കുന്ന മറ്റു ചിലരുണ്ട്. ഭക്ഷണ വിതരണ കമ്പനികളിലെ ഡെലിവറി ജീവനക്കാരാണത്. അവർക്കും ഈ വോട്ടുകാലത്ത്, തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലത് പറയാനുണ്ട്. പോളിംഗ് ബൂത്തുകളിലേക്ക് പോകും മുൻപ് സ്വന്തം ജീവിത പ്രശ്നങ്ങൾ തുറന്നു പറയുകയാണ് തിരുവനന്തപുരത്തെ ഫുഡ് ഡെലിവറി ജീവനക്കാർ. റൈഡറിന് വേണ്ടിയോ അവൻ്റെ കുടുംബത്തിന് വേണ്ടിയോ അവൻ്റെ വണ്ടിക്ക് വേണ്ടിയോ അവൻ്റെ മൊബൈലിന് വേണ്ടിയോ അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ യാതൊരു ഗ്യാരണ്ടി ഈ കമ്പനികളുടെ ഭാഗത്തു നിന്നില്ല. സിറ്റിയിൽ ഓടുന്ന ഒരു റൈഡർ ഒരിക്കലും ഇപ്പോൾ ഈ നിലവിലുള്ള ഭരണത്തെ അനുകൂലിക്കില്ല. കാരണം റോഡുകൾ അത്രയും വളരെ മോശമാണ്. ഇന്ന് തുറന്നിരിക്കുന്ന റോഡ് ചിലപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് അതുവഴി പോകുമ്പോൾ അത് അടച്ചിരിക്കും. ദുരിതങ്ങൾ പല ആവർത്തി സർക്കാരിനെ അറിയിച്ചു, സമരം ചെയ്തു. പക്ഷേ വിതരണ കമ്പനി ഇപ്പോഴും മനുഷ്യത്വരഹിതമായി പെരുമാറുന്നുവെന്നാണ് ഇവർ പറയുന്നത്. ചെയ്യുന്ന ജോലിക്ക് കിട്ടേണ്ട ശമ്പളമല്ല നൽകുന്നത്, കൂടാതെ നഷ്ടവും സഹിക്കണം. പിന്നെ ഏണിങ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ടൊരു ഏണിങ്സ് ഈ മേഖലയിൽ ഇതുവരെ ഫിക്സഡ് ആയിട്ടില്ല. 7 ദിവസം ഉണ്ടെങ്കിൽ 7 ദിവസവും 7 ഏണിങ്സ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഓടുക, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വിട്ടിട്ട് നിങ്ങൾ വേറെ ഫീൽഡിലോട്ട് പോകാം. ഇപ്പോൾ വേറെ ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റുഡൻ്റാണ്, അപ്പോൾ എൻ്റെ പാർട്ട് ടൈം മേഖലയാണിത്. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പാണ്. ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർക്കായി നിയമനിർമ്മാണം നടത്തുമെന്ന് സർക്കാർ ആവർത്തിച്ചു പറഞ്ഞെങ്കിലും ഒന്നും നടന്നില്ല. സമരം ചെയ്യുന്നവരെ പുറത്താക്കുക എന്ന നിലപാടാണ് വിതരണ കമ്പനികൾക്ക്. അസംഘടിത മേഖല ആയതുകൊണ്ട്, ഇതൊരു നിയന്ത്രണമില്ലാത്തൊരു പൊസിഷൻ ആയതുകൊണ്ടും ഇതിനൊരു മാറ്റം എന്തായാലും വരുന്ന ഏത് ഗവൺമെൻറ് ആയാലും പരിഹരിക്കുമെന്നാണ് നമ്മുടെ ഉത്തമ വിശ്വാസം. കാരണം ഇത് മുതലാളിമാരെ ആർക്കും അറിയില്ല. തൊഴിലാളികൾ മാത്രം റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു പോവുകയാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് ആരാണെന്ന് ഇന്ന് വരെ ഒരാൾക്കും അറിയില്ല. അതാണ് സത്യം. ഹോട്ടൽ ജീവനക്കാരിൽ നിന്ന് പലപ്പോഴും ഇവർ നേരിടേണ്ടി വരുന്നത് ക്രൂരതകളാണ്. കഴിഞ്ഞ ദിവസവും തിരുവനന്തപുരത്ത് ഹോട്ടൽ ജീവനക്കാരന്റെ മർദ്ദനത്തിൽ ഡെലിവറി ജീവനക്കാരന് പരിക്കേറ്റിരുന്നു. ഭക്ഷണം എത്തിക്കുന്നത് അല്പം വൈകിയാൽ ഓർഡർ ചെയ്യുന്നവരുടെ പെരുമാറ്റവും മോശം തന്നെ. ചിലരൊക്കെ നമ്മളോട് ദേഷ്യപ്പെടാറൊക്കെയുണ്ട്. പിന്നെ രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. കാര്യം പലയിടങ്ങളിൽ വഴി തെറ്റി പോകുമ്പോഴത്തേക്കും, പിന്നെ ഏതെങ്കിലും ഈ വഴിവിളക്കുകളില്ലാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമൊക്കെ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ സ്വിഗ്ഗിയോട്, മാനേജ്മെൻറ്റിനോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അവിടെ വില പോയിട്ടില്ല. വോട്ടവകാശം വെറുതെ കളയാൻ ഇവർ തയ്യാറല്ല. പക്ഷേ ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ ദുരിതത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് ആവശ്യം. പ്രതീക്ഷ, 24 തിരുവനന്തപുരം. അപ്പൊ നമുക്കൊരു ഇടവേള എടുക്കാൻ സമയമായിട്ടുണ്ടല്ലേ വിജയകുമാർ? ഇടവേളയ്ക്ക് പോകും മുമ്പ് ചോദ്യമുണ്ടോ? ഒരു ചോദ്യം ചോദിക്കാം. അല്ല, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നടത്തിയ മുഖ്യമന്ത്രിക്ക് നടത്തിയ വിമർശനം അത് വലിയ ചർച്ചയാകുന്നുണ്ടല്ലോ. തിരികെ മുഖ്യമന്ത്രി ഒരു മറുപടി രാഹുൽ ഗാന്ധിക്ക് നൽകിയിരുന്നു. അത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കളുടെ മുത്തശ്ശി അല്ലേ, അതെ, അടിയന്തരാവസ്ഥ കാലത്ത് തങ്ങളെ ജയിലിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതുമായി ബന്ധപ്പെടുത്തിയൊരു ചോദ്യം ചോദിക്കാം. ഈ അടിയന്തരാവസ്ഥ കാലത്ത് അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 6ാം ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് ഫലം വരികയും കോൺഗ്രസ് തോൽക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പ്രധാനമന്ത്രിയായത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി ഭാരതത്തിനുണ്ടാകുന്നത് ആ ഇലക്ഷനിലാണ്. ആരാണ് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആദ്യമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് കോൺഗ്രസ് ഇതര പാർട്ടിക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം. കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഉത്തരം തേടി വെച്ചേക്കുക. അതൊരു ഇടവേള കഴിഞ്ഞ് നമ്മൾ എത്തും. രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇടവേളയ്ക്ക് ശേഷം തുടരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.